മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തും. ഡിജിപിക്ക് നൽകിയ പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇന്ന് തന്നെ കൈമാറും. ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, കടകംപള്ളിയുടെ ഈ പോറ്റിയുമായുള്ള അടുപ്പം ഏറെ ചർച്ചയായതാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെയും CPM-നെയും പ്രതിരോധത്തിലാക്കിയതും അതാണ്. അന്ന് വളരെ അടുപ്പത്തിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ തെറ്റിയത് എങ്ങനെയാണ്? ഈ തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ കടകംപള്ളി എന്ന ആരോപണം എന്താണ് അതിനെപ്പറ്റി? ഗോകുലി, കടകംപള്ളി സുരേന്ദ്രൻ MLA കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. അടുത്തിടെ കഴക്കൂട്ടം സ്വദേശിയായ പ്രതിഭ എന്ന സ്ത്രീ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ പരാതി നൽകിയതിനു പിന്നിൽ കടകംപള്ളി എന്നായിരുന്നു പോറ്റിയുടെ ആരോപണം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ താൻ പുറത്തിറങ്ങുന്നത് തടയാൻ കടകംപള്ളി ശ്രമിക്കുകയാണെന്നും വിഷയത്തിൽ അന്വേഷണം വേണമെന്നും ഒക്കെ പോറ്റി ആവശ്യപ്പെട്ടിരുന്നു. ജാമ്യം കിട്ടി പോറ്റി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കഴക്കൂട്ടം സ്വദേശിനി SITക്ക് പരാതി നൽകിയത്. 2020 25 ലക്ഷം രൂപ പോറ്റിയിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയപ്പോൾ ഈടായി നൽകിയ 10 സെന്റ് സ്ഥലം പോറ്റി മറച്ചുവിറ്റുവെന്നായിരുന്നു അന്നത്തെ സ്ത്രീയുടെ പരാതി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രതിഭയിൽ നിന്ന് സ്ഥലം നിയമപരമായി വാങ്ങിയതാണെന്നും കൂടാതെ കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലത്തെ വിശദമായിട്ടുള്ള പരാതിയിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി ഇന്ന് തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറും. കമ്മീഷണർ തുമ്പ പോലീസിന് കൈമാറി പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും കേസ് എടുക്കണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏതായാലും നിയമസഭാ പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ഈ പരാതിക്ക് മറ്റു ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കടകംപള്ളിയെ കണക്ട് ചെയ്യുന്ന വെളിപ്പെടുത്തൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊക്കെയുള്ള ആകാംക്ഷകൾക്കിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ, ഇതിന്റെ കോൺസ്പിറസിയുടെ പിന്നിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഗോകുൽ, ഷഫീദ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വരുന്നത് പാർട്ടിക്ക് അത് വീണ്ടും ഒരു തലവേദനയാകും. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പ്രാഥമിക അന്വേഷണമാണെങ്കിൽ പോലും ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധം ഒരുക്കാനായിരിക്കും പാർട്ടിയുടെ ശ്രമം? സ്വാഭാവികമായും ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഈ കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള പ്രതിഭയുടെ പരാതിയിൽ അടിസ്ഥാനമില്ലെന്നൊക്കെയുള്ളത് കണ്ടെത്തിയാൽ പിന്നീട് അത് ഗുരുതര സംഭവമായിട്ട് മാറും. പോലീസിനെ സംബന്ധിച്ച് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനപ്പുറത്തേക്ക് അത് കോടതിയിലേക്ക് അടക്കം കയറിയാൽ അത് വേറെ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഇന്നലെ അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്ത പരാതിയിലടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ താൻ പുറത്തിറങ്ങുന്നത് തടയാനായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായിട്ടാണ് താൻ വില കൊടുത്ത് വാങ്ങിയ ഭൂമി അത് പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട് തട്ടിയെടുത്താണെന്നുള്ളൊരു പരാതി അത് ആ സ്ത്രീയെ കൊണ്ട്, പ്രതിഭ എന്ന് പറയപ്പെടുന്ന കഴക്കൂട്ടം സ്വദേശിയെ കൊണ്ട് കൊടുപ്പിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയെന്ന് മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ താൻ പ്രതിയാണെന്നും ആ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണെന്നും തനിക്ക് ബെയിൽ കിട്ടി താൻ പുറത്തിറങ്ങിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ആ പരാതിയിൽ ഡ്രാഫ്റ്റ് ചെയ്താണ്. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അക്കാര്യത്തിൽ ഒരു അംഗം കുറിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതി നൽകിയത്. ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ പറയുന്ന ആ ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങളൊക്കെ പോകുമോ എന്നൊക്കെയുള്ളതാണ് വരും മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. ഏതായാലും ആ പരാതി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തും. അത് ഇന്ന് തന്നെ അക്കാര്യത്തിൽ ആ സംസ്ഥാന പോലീസ് മേധാവിയുടെ മുന്നിലുള്ള പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ പക്കലേക്കും അതിനുശേഷം തുമ്പ പോലീസിലേക്കും എത്തും. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.